ഹായ് ഡിയസ്, എല്ലാവരും ഗംഭീരമായി പ്രീ നീറ്റിനായി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്. വളരെ ചെറിയൊരു ചാപ്റ്റർ. നമുക്ക് നീറ്റിൻ്റെ കാര്യം ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം വളരെ ചെറിയ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്ത് എന്തായാലും നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. കുറച്ച് കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. പക്ഷേ നീറ്റിൻ്റെ സിലബസുമായിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിപ്പോൾ സിലബസ് പഠിച്ചതിനെക്കാട്ടും കുറച്ച് കാര്യങ്ങൾ മുമ്പുള്ളതും എന്ത് ചെയ്യാം, ചോദിക്കാം. അതുകൊണ്ട് അതെല്ലാം ചേർത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേണുമായിട്ടാണ് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായിരിക്കുന്നതും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ആ ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾക്കറിയാം. ചാപ്റ്ററിൻ്റെ പേര് ലിവിങ് വേൾഡ് ആണ്. ലിവിങ് വേൾഡിൽ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ബയോളജി ചാപ്റ്ററുകൾ ഫസ്റ്റ് ഇയറിൽ തുടങ്ങുമ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടതും അതുപോലെ പഠിക്കേണ്ടതുമായിരിക്കുന്ന ഒരു സയൻറ്റിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ കാണുന്നത്. നിങ്ങൾ നോക്കുക, ഹൂ ഈസ് റിഗാർഡഡ് ആസ് ഡാർവിൻ ഓഫ് 20th century. ചാൾസ് ഡാർവിനെ പറ്റി കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പഠിച്ചാണ്. ഫാദർ ഓഫ് എവല്യൂഷൻ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് നമ്മൾ പോയതാണ്. അപ്പം 20th century ഡാർവിനാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മളുടെ ബുക്കിൽ ഏറ്റവും പ്രധാനമായി തന്നിരിക്കുന്ന സയൻറ്റിസ്റ്റിൻ്റെ ചിത്രമാണ് ഇത്. ഏണസ്റ്റ് മേയർ ആണ്. 1904 to 2004 വരെയാണ് ജീവിച്ചിരുന്നത്. 100 വർഷം. അതുപോലെ തന്നെ 100 എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വാല്യൂ ആണ്. 100 ഗ്രേറ്റസ്റ്റ് സയൻറ്റിസ്റ്റിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത് ഏണസ്റ്റ് മേയർ. അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അതുകൂടാതെ തന്നെ നമ്മൾ ഈ പഠിക്കുന്ന പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ കൂടുതലായിരുന്നു. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. ടാക്സോണമിയിലുണ്ടായിരുന്നു, അതേപോലെ തന്നെ എവല്യൂഷൻ, സൂജിയോഗ്രാഫിയിലുണ്ട്. പക്ഷെ അത് നമുക്ക് അങ്ങനെ പഠിക്കാനില്ല. എന്നിരുന്നാലും അത് ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിരിക്കുന്നതാണ്. ദെൻ സിസ്റ്റമാറ്റിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ യൂണിറ്റിൽ പഠിക്കുന്ന ഒന്നാണ് എന്ത്, ബയോളജിക്കൽ സ്പീഷീസ് കൺസെപ്റ്റുകളെ പറ്റി. അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഉപജ്ഞാതാവാര് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ കോൺട്രിബ്യൂഷൻ ആര് എന്ന് ചോദിച്ചാൽ ഏണസ്റ്റ് മേയറാണ്. അത് മാത്രമല്ല ബയോളജിയിൽ ട്രിപ്പിൾ ക്രൗൺ ഹോൾഡർ ആണ് ആരെന്ന് പറയുന്നത് ഏണസ്റ്റ് മേയർ. അപ്പം ഈ ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മളെ സയൻറ്റിസ്റ്റുകളുടെ പേരുകളൊക്കെ തന്നിട്ടുണ്ട്, ചിത്രങ്ങളും വർഷങ്ങളൊക്കെ. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി ശ്രദ്ധയോടെ പഠിക്കണം. എന്ന് വെച്ചാൽ റീനീറ്റാണ്. വീണ്ടും പറയുന്നു, കുറച്ചുകൂടി സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാവാം. സ്റ്റാൻഡേർഡ് ബേസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ അതെല്ലാം നോക്കണം. അപ്പോൾ ഇവിടുത്തെ ആൻസർ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം ഏണസ്റ്റ് മേയർ ആണ്. പക്ഷേ 1-2 പേരുകളൊക്കെ അവിടെ കാണാം. റോബർട്ട് മേ നിങ്ങൾ ബയോഡൈവേഴ്സിറ്റിയിൽ പഠിക്കുന്ന എസ്റ്റിമേഷൻ ഓഫ് എന്താണ് ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റിയുടെ എന്താണ് എസ്റ്റിമേഷൻ നടത്തിയ ആളാണ് ആരെന്ന് പറയുന്നത് റോബർട്ട് മേ. അതേപോലെ ചാൾസ് റോബർട്ട് ഡാർവിൻ നമുക്കറിയാം, ഫാദർ ഓഫ് എവല്യൂഷൻ ആണ്. ലാമാർക്ക് നമ്മൾ പഠിച്ചതാണ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒന്നാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ടേം ഈസ് യൂസ്ഡ് ഫോർ റെഫർ ദി നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് ഓർഗാനിസം ഓൺ എർത്ത്. നമുക്കറിയാം വൈഡ് വെറൈറ്റീസ് ഓഫ് എന്താണ് ടാക്സസ് ആണ് എവിടെയുള്ളതെന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫസിലുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വാക്ക് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അതിനായ ക്യാരക്ടറൈസേഷൻ നടത്തി ഐഡൻറ്റിഫൈ ചെയ്ത് ഗ്രൂപ്പുകളാക്കി തിരിക്കുന്ന ഒരു സംവിധാനമാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനൊറ്റ ടൈപ്സ്, നമ്പർ, വൈഡ് വെറൈറ്റീസ്, ടൈപ്സ് ആൻഡ് നമ്പർ അങ്ങനെയാണെങ്കിൽ അതിന് ഒരേ ഒരു വാക്കേ ഉള്ളൂ. ആ വാക്കാണ് ആരെന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. അവിടെ വളരെ ഫേമസ് ആയിരിക്കുന്ന ഒരു സയൻറ്റിസ്റ്റിനെയും നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. അത് ടേം പോപ്പുലറൈസ് ചെയ്തിരിക്കുന്ന എഡ്വേർഡ് വിൽസനെ പറ്റി നിങ്ങൾ പഠിക്കുന്നതാണ്. അതുകൊണ്ട് ബയോഡൈവേഴ്സിറ്റി ആണ് ഇവിടുത്തെ ടേം. അത് മാത്രമല്ല ഇവിടെ നമ്പർ ആൻഡ് ടൈപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പർ നമ്മളെ ബുക്കിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് 1.7 to 1.8 മില്യൺ എന്താണ് സ്പീഷീസ് ആണ്. ഇതുകൂടി ആ കൂട്ടത്തിൽ നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി നമുക്ക് 1-2 വാക്കുകൾ അതിനകത്ത് കൂടെ കൊടുത്തിട്ടുണ്ട്. ടാക്സോണമി, ഈ വാക്കാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ടാക്സോണമി എന്ന് പറഞ്ഞാൽ എന്താ? ടാക്സോണമി എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ഓഫ് എന്താണ് ലിവിങ് ഓർഗാനിസം ബേസ്ഡ് ഓൺ ദർ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് അതിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ്. അതിലുള്ള സ്റ്റെപ്പുകളാണ് നമ്മൾ ഐഡന്റിഫിക്കേഷനും അതേപോലെ ക്ലാസിഫിക്കേഷനും ഒക്കെ എന്ത് ചെയ്യുന്നത്
പറയുന്നത്. അതുകൊണ്ട് ഓർത്ത് വയ്ക്കുക, ഈ വാക്കൊന്ന് ഓർത്ത് വയ്ക്കുക. ഇതുകൂടി ചേർന്ന് ടാക്സോണമി കൂടി ചേർന്നിരിക്കുന്ന എല്ലാ ലെവലിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ആ വാക്കാണ് നമ്മൾ പിന്നീട് പഠിക്കുന്നത്. അതിൻ്റെ വാക്കിൻ്റെ പേരാണ് എന്ത്? സിസ്റ്റമാറ്റിക്സ്. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ ആ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ ഈ നമ്പർ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വയ്ക്കണം. ഇത് ലിവിങ് വേൾഡിലാണ് വരുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോവുകയാണ്, വാട്ട് ഈസ് ലിവിങ്? ലിവിങ് എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആണ്, സെൽഫ് റെഗുലേറ്റിംഗ് ആണ്. ഇങ്ങനെയുള്ളൊരു വിഭാഗത്തെയാണ് ലിവിങ് എന്ന് പറയുന്നത്. പക്ഷേ ആ ലിവിങ് എന്ന് പറയുന്നതിന് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഏകദേശം എത്ര പ്രോപ്പർട്ടി ആണെന്ന് ചോദിച്ചാൽ 5ഓളം പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. പ്രോപ്പർട്ടീസ് എന്നാണ് ഞാൻ പറയുന്നത്, അതിൽ ഡിഫൈനിങ് പ്രോപ്പർട്ടീസിലേക്ക് വന്നിട്ടേ ഇല്ല. അപ്പോൾ അതിൽ പ്രോപ്പർട്ടീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? ഗ്രോത്ത്. രണ്ടാമത്തെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കുന്ന മറ്റൊന്ന് എന്താണ്? റീപ്രൊഡക്ഷൻ. മൂന്നാമത്തെ എന്താണ്? മെറ്റബോളിസം. നാലാമത്തെ എന്താണ്? സെല്ലുലാർ ഓർഗനൈസേഷൻ. അഞ്ചാമത്തെയാണ് എന്ത്? കോൺഷ്യസ്നസ്, റെസ്പോൺസ് ടു സ്റ്റിമുലൈ. അപ്പോൾ ഈ 5 പ്രോപ്പർട്ടീസ് ലിവിങ് ഓർഗാനിസത്തിന് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന 3, 4, 5 നീ കാണാം, ഈ 3 എണ്ണത്തിനെയും നമ്മൾ വിളിക്കുന്ന പേര് ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്നാണ്. ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് പറയാൻ കാരണം എന്താ? അത് ലിവിങ് ഓർഗാനിസത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഗ്രോത്തും റീപ്രൊഡക്ഷനും അങ്ങനെയാണോ എന്ന്. ഗ്രോത്ത് എന്ന് പറയുന്നത് ആർക്കൂടി ഉണ്ട്? നോൺ ലിവിങ് ഒബ്ജക്റ്റിനുണ്ട്. നോൺ ലിവിങ് ഒബ്ജക്ട്സുകൾക്കും എന്തുണ്ട്? ഗ്രോത്ത് ഉണ്ട്. അക്യുമുലേഷൻ, എക്സ്റ്റേണൽ അക്യുമുലേഷൻ ആവും, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് വർദ്ധിക്കും. ഇപ്പം കുന്നുകളുണ്ടാവുന്നു, മലകളുണ്ടാവുന്നു, അപ്പോൾ അതിന് എക്സ്റ്റേണൽ അക്യുമുലേഷൻ ഉണ്ട്, അപ്പോൾ അത് വളരുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്കൊരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? റീപ്രൊഡക്ഷൻ ഡിഫൈനിങ് പ്രോപ്പർട്ടി എടുക്കാൻ. റീപ്രൊഡക്ഷനിലും ചില വിഭാഗങ്ങൾക്ക് എന്തുണ്ട്? ചില വിഭാഗങ്ങൾ എന്താണ്? സ്റ്റെറൈലാണ്. സ്റ്റെറൈൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡസ് നോട്ട് പ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓഫ്സ്പ്രിങ്സ്, മ്യൂൾ, വർക്കർ ബീസ്, ഇങ്ങനെയുള്ള കുറേ എന്തുണ്ട്? ഈ വിഭാഗങ്ങളുണ്ട്, എക്സെപ്ഷണൽ കേസസുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവയെ രണ്ടുപേരെയും എന്തായിട്ട് പറയാത്തത്? ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് ആയിട്ട് പറയാത്തത്. അത് നിങ്ങൾ വായിച്ചു നോക്കണം. അത് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ നമ്പർ കൂടുന്നതാവാം, സൈസ് വർദ്ധിക്കുന്നതാവാം, മാസ് വർദ്ധിക്കുന്ന, ഇതെല്ലാം നമ്മൾ ഗ്രോത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ച ഗ്രോത്ത് കനോട്ട് ബി കൺസിഡേർഡ് ആസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം. അപ്പോൾ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഏതാണെന്ന് നമുക്കറിയണം. എന്തുകൊണ്ടാണ് അത് കൺസിഡർ ചെയ്യാത്തതെന്നാണ് ഞാനൊരു റീസൺ പറഞ്ഞു. നോൺ ലിവിങ് തിങ്സിനും എന്തുണ്ട്? ഗ്രോത്ത് ഉണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നോൺ ലിവിങ് ഒബ്ജക്റ്റ് ഓൾസോ ഗ്രോ ബൈ എക്സ്റ്റേണൽ അക്യുമുലേഷൻ ഓഫ് എന്താണ്? മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്, കറക്റ്റാണ്. ലിവിങ് ഓർഗാൻ ഷോസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രോത്ത്. അത് നോർമലി ഉള്ളതാണ്, പല ടൈപ്പ് ഗ്രോത്തുകളുണ്ട്. അതുകൊണ്ടല്ല നമ്മൾ എന്ത് പറയുന്നത്? ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല എന്ന് പറയുന്നത്. ഗ്രോത്ത് ഓക്കേഴ്സ് ഓൺലി ഇൻ മൾട്ടി, അങ്ങനെയല്ല. യൂണിസെല്ലാർ, മൾട്ടി സെല്ലാറിലൊക്കെ എന്തുണ്ട്? ഗ്രോത്ത് ഉണ്ട്. യൂണിസെല്ലാറിലാണെങ്കിൽ നമ്പർ വർദ്ധിക്കുന്നതാണ്, മൾട്ടി സെല്ലാറാണെങ്കിൽ സൈസ് വർദ്ധിക്കുന്ന നേച്ചറിൽ നമ്മൾക്ക് എടുക്കാം. ദെൻ ഓൾ ലിവിങ് ഓർഗാനിസം ഡു നോട്ട് ഷോ ഗ്രോത്ത്, അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. ലിവിങ് ഓർഗാനിസത്തിൽ എന്തുണ്ട്? ഗ്രോത്തും ഉണ്ട്, അതേപോലെ റീപ്രൊഡക്ഷൻ ഉണ്ട്, മെറ്റബോളിസം ഉണ്ട്, റെസ്പോൺസ് സ്റ്റിമുലൈ ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പം ഇതെല്ലാം എന്താണെന്നാണ് നമ്മൾ പറയുന്നത്? പ്രോപ്പർട്ടീസ് ആണെന്നും പറയാം. ഡിഫൈനിങ് പ്രോപ്പർട്ടി എന്ന് ചോദിച്ചാൽ ഇതാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസം? കൃത്യമായിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ മുമ്പ് നടന്നിരിക്കുന്ന പരീക്ഷകളായിട്ട് കമ്പയർ ചെയ്തിട്ട് എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ അവിടെ ഗ്രോത്ത് ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല നമുക്കറിയാം. എബിലിറ്റി ടു മേക്ക് സൗണ്ട് ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല. റീപ്രൊഡക്ഷൻ ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല. എന്താണ്? റെസ്പോൺസ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലൈ. അത് ശരിയാണ്, സ്റ്റിമുലൈ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. സ്റ്റിമുലൈ എന്തോ ആയിക്കോട്ടെ, ഫിസിക്കൽ ആയിക്കോട്ടെ, കെമിക്കൽ ആയിക്കോട്ടെ, ബയോളജിക്കൽ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, കോൺഷ്യസ് ആണ്, റെസ്പോൺസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. കോൺഷ്യസ്നെസ് ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ഒന്നാണ് എന്ത്? റെസ്പോൺസ് എന്ന് പറയും. നമ്മൾ പല വിധത്തിൽ പറയാറുണ്ട്. ചില കണ്ടീഷനൊക്കെ വരുന്ന സമയത്ത് റെസ്പോൺസ് തീരെ ഇല്ല എന്നൊക്കെ പറയാം. അപ്പോൾ അതുകൊണ്ട് റെസ്പോൺസ് ടു സ്റ്റിമുലൈ, എക്സ്റ്റേണൽ സ്റ്റിമുലൈ, കോൺഷ്യസ്നസ്, അതെന്താണ്? നമ്മളുടെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ്.
അതുകൊണ്ട് ഓർത്ത് വയ്ക്കുക, ഡിഫൈനിങ് പ്രോപ്പർട്ടിയും ചോദിക്കാം, നോട്ട് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി. അത് വാട്ട് ഈസ് ലിവിങ് എന്നുള്ളതിലുള്ള പ്രോപ്പർട്ടീസുകളെ വെച്ചിട്ടാണ് ചോദിക്കുക. അത് നമ്മുടെ പുതിയ സിലബസ് പ്രകാരം പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചറും ബയോഡൈവേഴ്സിറ്റിയും ബൈനോമിയൽ നോമൻക്ലേച്ചറും എന്താണ് ടാക്സോണമിക് എന്താണ് കാറ്റഗറീസും ആണ് കൊടുത്തത്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ സിലബസ് പ്രകാരം അതുകൊണ്ട് അതൊന്ന് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇനി അടുത്ത് ദി പ്രോപ്പർട്ടി ഓഫ് സെൽഫ് കോൺഷ്യസ്നെസ് ക്യാൻ ബി ഒബ്സർവ്ഡ് എന്ന ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കോൺഷ്യസ്നെസ്സും ഉണ്ട്, സെൽഫ് കോൺഷ്യസ്നെസ്സും ഉണ്ട്. സെൽഫ് കോൺഷ്യസ്നെസ്, സെൽഫ് അവെയർ, സറൗണ്ടിങ് മീഡിയത്തിൽ നിന്ന് സെൽഫ് അവെയർ ആയിരിക്കുന്ന ആളാര് എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ആൻസറേ ഉള്ളൂ, അതാരാണ്? ഹ്യൂമൻ ബീങ്സ് ആണ്. സെൽഫ് കോൺഷ്യസ്നെസ് ഉള്ള വിഭാഗമാണ് ഹ്യൂമൻ ബീങ്സ്. അതുകൊണ്ടാണ് നമ്മൾ വളരെ ഡോമിനൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, നിലനിൽക്കുന്നത്. ബ്രെയിനൽ കപ്പാസിറ്റി കൂടി, അതുപോലെ തന്നെ എന്തുണ്ട്, സെൽഫ് കോൺഷ്യസ്നെസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുകയാണ്. കോൺഷ്യസ്നെസ് എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും ഉണ്ട്, റെസ്പോൺസ് സ്റ്റിമുലേ. നമ്മളതല്ല, സെൽഫ് കോൺഷ്യസ്നെസ് ഉള്ള. അതുകൊണ്ട് അത് കൃത്യമായി ചോദിക്കുമ്പോൾ മാറിപ്പോകരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പുകളൊക്കെ വരുന്ന സമയത്ത് മാറിപ്പോകരുത്. അതുകൊണ്ട് കൃത്യമായി പഠിക്കുക. സെൽഫ് കോൺഷ്യസ്നെസ് ആർക്കാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഹ്യൂമൻ ബീങ്സിനാണ്. കൃത്യമായി ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി അടുത്ത നേച്ചറിലേക്ക് വരാം. നേരത്തെ ചോദിച്ച ഇതെല്ലാം ലിവിങ് പാർട്ടെന്ന് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ കൂടുതൽ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ ഭാഗങ്ങളൊന്ന് കറക്റ്റാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ദി സം ടോട്ടൽ ഓഫ് ഓൾ കെമിക്കൽ റിയാക്ഷൻ ഒക്കറിങ് ഇൻ അവർ ബോഡി ഈസ് നോൺ ആസ് all the living reactions, all the biochemical reaction takes place in the living system. അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷൻസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മെറ്റബോളിക് റിയാക്ഷൻസ് ഓർ മെറ്റബോളിസം. ഇഫ് an organism lacks metabolism, മെറ്റബോളിസം ഇല്ലെങ്കിൽ അത് സർവൈവ് ചെയ്യുന്നില്ല, ഡെഡ് ആണ്. ഒരു നോൺ ലിവിങ് ഒബ്ജക്റ്റിനും എന്തില്ല? മെറ്റബോളിക് റിയാക്ഷൻസുകളില്ല. മെറ്റബോളിസം തന്നെ അനാബോളിസം ആവാം, കാറ്റാബോളിസം ആവാം, അതെന്തോ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, എനി റിയാക്ഷൻസ് ബയോളജിക്കൽ റിയാക്ഷൻസുകളാണ്. ആ റിയാക്ഷനെ മൊത്തമായി നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? മെറ്റബോളിക് റിയാക്ഷൻസ് ഓർ മെറ്റബോളിസം. ഗ്രോത്ത് അല്ല, റീജനറേഷൻ അല്ല. റീജനറേഷൻ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി എന്താണ് റീപ്രൊഡക്റ്റീവ് മെക്കാനിസം ആണ്. റീജനറേഷൻ എന്ന് പറയുന്ന വാക്ക് വന്നതുകൊണ്ട് തന്നെ റീജനറേഷനെ പറ്റി പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആനിമലിനെ ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ്. പ്ലനേറിയ. ആനിമൽ കിങ്ഡത്തിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന സൂപ്പർ റീജനറേറ്റീവ് ആനിമൽ ആണ്. ഹയസ്റ്റ് പവർ ഓഫ് റീജനറേഷൻ കപ്പാസിറ്റി. ഒരുവിധം എല്ലാ ആനിമൽസിനും റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ അതെല്ലാം എന്തല്ല? മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ അല്ല. ഓക്കെ, അതുകൊണ്ട് അത് ഈ വാക്ക് വന്നതുകൊണ്ട് അതൊന്ന് ആളെ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ചില ആനിമൽസിന് അല്ലാതെയും എന്ത് ചെയ്യുന്നുണ്ട്? റീജനറേഷൻ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? കാണിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ് വരുന്നത്? നമുക്ക് ഏറ്റവും പ്രധാനമായി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ആൻസർ എന്താണ്? മെറ്റബോളിസം ആണ്. ഒരു നോൺ ലിവിങ് തിങ്സിനും എന്തില്ല? മെറ്റബോളിക് റിയാക്ഷൻസുകളില്ല. ഓക്കെ, ദെൻ നൗ ലെറ്റ് us move into the nomenclature, ക്ലാസിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ പറ്റി നമുക്ക് ഓർക്കേണ്ടതുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മളുടെ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ത് ചെയ്യാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? കരോളസ് ലിനേയസിനെ പറ്റിയാണ്. ലിനേയസിൻ്റെ ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്? യൂട്ടിലൈസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ നോമൻക്ലേച്ചർ, സ്റ്റാൻഡർഡൈസ് ചെയ്തിരിക്കുന്ന നോമൻക്ലേച്ചറിൽ അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ചില റൂൾസുകളൊക്കെ ഉണ്ട്. ഈ റൂൾസുകളൊക്കെ പലതും നമ്മൾ അപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു പേരിടുന്ന സമയത്ത് നമുക്കൊക്കെ വീട്ടിൽ തന്നെ പല പേരുകളുണ്ട്. നമ്മളെ വിളിക്കുന്ന ഒഫീഷ്യൽ വേറൊരു പേരും വീട്ടിൽ വിളിക്കുന്ന വേറൊരു പേരും അല്ലേ? അതേപോലെ തന്നെ നമുക്ക് പ്ലാന്റ്സിനെയും ആനിമൽസിനെയും പല സ്ഥലത്തും പല പേര് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു സ്റ്റാൻഡർഡൈസേഷൻ വേണം. സ്റ്റാൻഡർഡൈസ് ചെയ്തിരിക്കുന്ന നോമൻക്ലേച്ചർ ആണ് നമ്മളിവിടെ ഇനി എന്ത് ചെയ്യാൻ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നോക്കാം. നോമൻക്ലേച്ചർ ഈസ് ഗവേൺഡ് ബൈ സർട്ടൻ യൂണിവേഴ്സൽ റൂൾ. ശരിയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കോൺട്രഡിക്ടറി ടു ദി റൂൾസ് ഓഫ് എന്താണ് നോമൻക്ലേച്ചർ? ഇതിൽ കോൺട്രഡിക്ടറി ഉള്ളത് ഏതാണ് എന്നാണ് ചോദ്യം. 4 റൂൾസ് നമുക്കറിയുന്നതാണ്. ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. നമ്മൾ പറയുന്ന നെയിംസ് എങ്ങനെയായിരിക്കണം? ദി നെയിംസ് ആർ റിട്ടൺ ഇൻ ലാറ്റിൻ ഓർ ആൻഡ് ആർ ഇറ്റലൈസ്ഡ്. അത് ശരിയാണ്. When the written by hand, the name to be underlined. ശരിയാണ്. സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്യാം. ബയോളജിക്കൽ നെയിം ക്യാൻ ബി റിട്ടൺ ഇൻ എനി ലാംഗ്വേജ്. ഇത് തെറ്റാണ്. നമ്മളെ വാക്ക് ഏതായിരിക്കും? ലാറ്റിൻ. ലാറ്റിൻ ഒറിജിനൽ, ലാറ്റിനൈസ്ഡ് ആണ്. അപ്പോൾ അത് തെറ്റാ.
ദി ഫസ്റ്റ് വേർഡ് ഓഫ് ബയോളജിക്കൽ നെയിം റെപ്രസെന്റ് ദി ജീനസ് നെയിം. ശരിയാണ്, ആദ്യത്തെ ജീനസ് നെയിം ആണ്. സെക്കൻഡ് ഈസ് എ സ്പെസിഫിക് എപ്പിതെറ്റ്, അതും ശരിയാണ്. ഇനി ഈ നെയിം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതുകയാണ്. ഞാനിവിടെ എഴുതുന്നത് കോക്രോച്ചിന്റെ പേരാ, പെരിപ്ലാനറ്റ അമേരിക്കാന. ഇതാണ് കോക്രോച്ച് നമ്മൾ പഠിക്കുന്ന. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ജീനസ് നെയിമും സ്പീഷീസ് നെയിമും എഴുതുന്ന സമയത്ത് എന്തൊക്കെ വേണം, അതുകൂടി നമുക്ക് ഈ കൂട്ടത്തിൽ പഠിക്കേണ്ടതാണ്. ജീനസ് നെയിം സ്റ്റാർട്ട് ഫ്രം എന്താണ്, ക്യാപിറ്റൽ ലെറ്റർ ആണ്. ക്യാപിറ്റൽ ലെറ്ററിലെ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. സ്പെസിഫിക് എപ്പിതെറ്റ് അല്ലെങ്കിൽ സ്പീഷീസ് നെയിം എപ്പോഴും എന്തായിരിക്കണം, സ്മോൾ ലെറ്റർ ആയിരിക്കണം. അതുകൂടി നമ്മൾ ആ കൂട്ടത്തിൽ എന്ത് ചെയ്യണം, ഓർക്കേണ്ടതാണ്. ഇവിടെ നമ്മളുടെ ബയോളജിക്കൽ നെയിം ഏത് ലാംഗ്വേജിലും എഴുതാന്ന് പറയുന്നത് തെറ്റാണ്. അതാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, അത് തെറ്റാണ്. അപ്പോൾ ഈ റൂൾസ് എന്ത് ചെയ്യണം, നമ്മളെ ബുക്കിൽ കൃത്യമായി തന്നിരിക്കുന്നതാണ്. NCERT പേജിൽ തന്നിരിക്കുന്നതാണ്. 4, 1, 2, 3, 4 എന്ന് പറഞ്ഞ് നമ്പർ ഇട്ട് തന്നിരിക്കുന്നതാണ്. അത് നിങ്ങൾ നിർബന്ധമായി എന്ത് ചെയ്യണം, പഠിച്ചിട്ട് വേണം പോവാൻ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി അടുത്തിലേക്ക് പോവാം. അതിൽ തന്നെ വേറെ ഒരു ക്വസ്റ്റ്യൻ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദി കറക്റ്റ്ലി റിട്ടൺ സയന്റിഫിക് നെയിം ഓഫ് മാംഗോ വിച്ച് വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ കറോലസ് ലിനേയസ്. ലിനേയസ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുക, അതെങ്ങനെയാണ് എന്നാണ്. സാധാരണ രീതിയിൽ നമ്മൾ സയന്റിഫിക് നെയിം എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ സയന്റിസ്റ്റിന്റെ എന്താണ് പേരിന്റെ അബ്രീവിയേഷൻസുകൾ എന്ത് ചെയ്യാറുണ്ട്, കൊടുക്കാറുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് എന്നാണ് നമ്മളോട് ചോദിക്കുക. അതുകൊണ്ട് തന്നെ മാഞ്ചിഫറ ഇൻഡിക്ക, ഇത് രണ്ടും തെറ്റാണ്. ഇത് രണ്ടും ക്യാപിറ്റൽ ലെറ്ററിലാണ്. അപ്പൊ അത് തെറ്റ് തന്നെയാണ്. മാഞ്ചിഫറ ഇൻഡിക്ക കറോലസ് ലിനേയസ് എന്നുള്ളത് മുഴുവനായിട്ട് ഉള്ള പേരാണ്. പക്ഷെ അങ്ങനെയല്ല, അബ്രിവേറ്റഡ് ഫോമിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതും എന്താണ്, തെറ്റാണ്. ഇത് രണ്ടും തെറ്റാണ്. മാഞ്ചിഫറ ഇൻഡിക്ക അത് ശരിയാണ്. ലിൻ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഈ പേര് ഇങ്ങനെ വരുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മളെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ ആരാണ്, ലിനേയസ്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇതും എന്താണ്, ഇത് നോർമലി നമ്മൾ എഴുതുന്ന പോലെയുള്ള ഒരു നേച്ചർ മാത്രമേ ഉള്ളൂ, അതിന് എന്തില്ല, ഇൻഡിക്കേഷൻ ഇല്ല. അപ്പോൾ ഒരു സയന്റിഫിക് അപ്രോച്ചിൽ എങ്ങനെയാണ് സ്റ്റാൻഡർഡൈസേഷൻ നടത്തുന്നത്, പേരുകൾ എങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. പക്ഷെ ഈ റൂൾസ് ഒക്കെ നമ്മൾ ഇന്റർനാഷണലി ആണ് പറയുന്നത്, നാഷണലി അല്ല, ഇന്റർനാഷണലി ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പല നോമൻക്ലേച്ചറിലും വരുന്നത് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ആ റൂൾസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക. അപ്പം സയന്റിഫിക്കലി കറക്റ്റ്ലി നെയ്മഡ്, കറക്റ്റ്ലി പ്രിന്റഡ് അക്കോർഡിംഗ് ടു ദി ഇന്റർനാഷണൽ റൂൾ ഓഫ് നോമൻക്ലേച്ചർ, കറക്റ്റ്ലി ഡിസ്ക്രൈബ്ഡ് എന്ന ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുണ്ടാവും, ചില പരീക്ഷകളിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. എന്നിരുന്നാലും നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലൂടെ ഡിസ്ക്രിപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആണെന്നോ. മസ്ക ഡൊമസ്റ്റിക്ക നമുക്കറിയുന്നതാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടതാണ്. ഹൗസ് ഫ്ലൈ, കോമൺ നെയിം ഹൗസ് ഫ്ലൈ എന്ന പല ചാപ്റ്ററുകളിലായിട്ട് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ഹെൽത്ത് ആൻഡ് ഡിസീസ് പഠിക്കുമ്പോൾ അവിടെ അസുഖങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ കാരിയറായിട്ട് ഹൗസ് ഫ്ലൈനെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എന്താണ്, മെക്കാനിക്കൽ കാരിയറാ, ഒരു അസുഖം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇയാളുടെ നമുക്ക് കൊടുത്തിരിക്കുന്ന പേര് കറക്റ്റ് ആണ്. പക്ഷേ ഇവിടെ എന്താണ്, കോമൺ ഹൗസ് ലിസാർഡ് എ റെപ്റ്റൈൽ എന്നാണ് കൊടുത്തത്. തെറ്റാണ്. ഹൗസ് ലിസാർഡ് എന്ന് പറയുന്ന ആരാണ്, ഹെമി ഡാക്ടൈലസ് എന്ന് പറയുന്ന ആണ് ഹൗസ് ലിസാർഡ്. ഹെമി ഡാക്ടൈലസ് അതാണ് ഹൗസ് ലിസാർഡ്. നമ്മൾ ഹൗസ് ലിസാർഡ് അല്ലെങ്കിൽ വോൾ ലിസാർഡ് എന്നൊക്കെ വിളിക്കും. വോൾ ലിസാർഡ്, പല്ലി എന്നൊക്കെ പറയുന്ന ആളിതാണ്. വാലൊക്കെ മുറിച്ചു കളയുന്നതിനെ പറ്റിയൊക്കെ നിങ്ങൾ സ്വന്തമായി വാല് മുറിച്ചു കളയും, സെൽഫ് മ്യൂട്ടിലേഷനാണ്. അപ്പോൾ അത് തെറ്റാ. ഇനി അടുത്ത് പ്ലാസ്മോഡിയം ഫാൽസിപാരം. ഇതെല്ലാം നമുക്ക് സെക്കൻഡ് ഇയറിലുള്ള ആണ്. കണ്ടോ, നിങ്ങൾ കണ്ടോ എവിടെ നിന്നൊക്കെയാണ് അവർ എടുത്തിരിക്കുന്നത് നോക്ക്. നമ്മളെല്ലാ ചാപ്റ്ററുകളും പഠിച്ചിട്ടാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതുകൊണ്ട് പ്ലാസ്മോഡിയം ഫാൽസിപാരം നിങ്ങൾക്കറിയാം. മാലിഗ്നന്റ് മലേറിയ അല്ലെങ്കിൽ സെറിബ്രൽ മലേറിയ, വേണമെങ്കിൽ നമുക്ക് പറയാം ഫെയ്റ്റൽ മലേറിയ തന്നെയാണ്, വേണമെങ്കിൽ എന്നല്ല, ഫെയ്റ്റൽ മലേറിയ, ആൾ മരണപ്പെടാൻ സാധ്യതയുണ്ട്. ആ മലേറിയ ഉണ്ടാക്കുന്നതാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നൊക്കെ പറയും. നമ്മളെ ബുക്കിലുണ്ട്. സിവിയർ മലേറിയ ഉണ്ടാക്കുന്ന ഒരാൾ, അത് പ്രോട്ടോസോവൻ ആണ്. പ്രോട്ടോസോവൻ പാത്തോജൻ കോസിങ് മോസ്റ്റ് സീരിയസ് ടൈപ്പ് ഓഫ് മലേറിയ, അത് ശരിയാ. ഫെലിസ് ടൈഗ്രിസ് അങ്ങനെയല്ല. നമ്മളുടെ ടൈഗ്രിസിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ പാന്തറ ടൈഗ്രിസാ. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ,
ഇന്ത്യൻ ടൈഗർ വെൽ പ്രൊട്ടക്റ്റഡ് ഇൻ ഗിർ ഫോറസ്റ്റ്. ഗിർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലാണ്, ഒരു നാഷണൽ പാർക്കാണ്. അവിടെ കാണപ്പെടുന്ന ആള് പാന്തറ ടൈഗ്രിസ് അല്ല. അവിടെ ഉള്ള ആരാണെന്ന് ചോദിച്ചാൽ പാന്തറയെ തന്നെ ഉള്ളതാണ്, പാന്തറ ലിയോ, ഇന്ത്യൻ ലയൺ. ഇന്ത്യൻ ലയണെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന നാഷണൽ പാർക്കാണ് ഗിർ ഫോറസ്റ്റ്. അപ്പൊ അതും തെറ്റാ. ഈ കൊളൈ ഫുൾ നെയിം എൻഡമീബ കൊളൈ തെറ്റാണ്, എസൻസിറ കൊളൈയാണ്. കോമൺലി ഒക്കറിങ് ബാക്ടീരിയ ഇൻ ഹ്യൂമൻ ഇൻഡസ്ട്രി. നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാത്ത എന്താണ് ഒരു ബാക്ടീരിയമാണ്, പക്ഷെ അതിന്റെ പേര് എൻഡമീബ കൊളൈ എന്നല്ല, എസൻസിറ കൊളൈ എന്നാണ്. അപ്പൊ അത് തെറ്റാണ്, ഇതും തെറ്റാണ്. അപ്പൊ ഇത് തെറ്റാണ്, ഇത് മാത്രമേ ശരിയായിട്ടുള്ളൂ. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബി ആണ്. അപ്പോൾ നമുക്ക് പല സ്ഥലത്തു നിന്നുള്ള പേരുകളായിട്ട് എടുക്കുക, അതിന്റെ ഡിസ്ക്രിപ്ഷൻ കൂടി ചിലപ്പോൾ നിങ്ങളോട് എന്ത് ചെയ്യാം, വരാം എന്നുള്ളത് കാണിക്കാം. വെറും പേര് മാത്രമല്ല, ചിലപ്പം വരുന്ന പേരും അബ്രിവേഷനും വെച്ചിട്ടായിരിക്കും അതിന്റെ എക്സ്പ്ലനേഷൻ ചോദിക്കാം. ചിലപ്പം ഈ തന്നിരിക്കുന്നത് ശരിയാണ്, അതുകൊണ്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, പഠിക്കും. ഇപ്പൊ ഇവിടെ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് വായിച്ചു, ഇന്റർനാഷണൽ റൂൾ ഓഫ് നോമൻക്ലേച്ചർ എന്നാ. അങ്ങനെയാണെങ്കിൽ പ്ലാന്റ്സിനും ആനിമൽസിനും പേര് കൊടുക്കുന്ന പേര് നമ്മൾ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണോ, അത് അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ചില സംഘടനകളുണ്ട്. നെയിം സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ 2 പേര് നമ്മളെ ബുക്കിൽ പറയുന്നുണ്ട്. ബാക്കിയൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, എന്ന് വെച്ചാൽ നമ്മളെ ബുക്കിൽ ഇല്ലാത്തതാണ്. അതിൽ ഒന്നാണ് ICBN, അടുത്താണ് എന്ത്, ICZN, സോറി ICBN, ICZN. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഇവരെ പ്ലാന്റ്സിനും ആനിമൽസിനെയും നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്ടീരിയ ആവാം, കൾട്ടിവേറ്റഡ് പ്ലാന്റ് ആവാം, അങ്ങനെയുള്ള പലതിനൊക്കെ പേര് കൊടുക്കുന്നതിനൊക്കെ സംഘടനകളുണ്ട്. ഇന്റർനാഷണൽ റൂളാ ഈ ബൈനോമിയൽ നോമൻക്ലേച്ചറിനെ ബേസ് ചെയ്തിരിക്കുന്ന എന്തൊക്കെ കണ്ടീഷനാണ്. അപ്പൊ ഇതിന്റെ ഒരു എന്താവാം എക്സ്പാൻഷൻ നമ്മളോട് ചോദിക്കുക. അത് പലപ്പോഴായി പരീക്ഷകളിൽ വന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ അത് പഠിച്ചു വെക്കണം. ഇത്രയും ടൈപ്സ് പ്ലാന്റ്സും ആനിമൽസും ഉണ്ടാകുമ്പോൾ അതിനൊക്കെ എന്താവണം, ഒരു കോമൺ സ്റ്റാൻഡർഡൈസ്ഡ് നെയിം എന്ത് ചെയ്യണം, ഓൾ ഓവർ വേൾഡിൽ ഉണ്ടാവണം. അപ്പൊ നമ്മൾ ആദ്യത്തെ ICBN ആണ് ഇവിടെ ചോദിച്ചത്. ചിലപ്പോൾ ഇത് തന്നെ ചോദിച്ചുകൂടായില്ല, അതല്ലാതെ ICZN ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ, അത് തന്നെയാണ് ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ആൻസർ, ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഇവിടെയാണെങ്കിലോ ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഇത് സുവോളജിക്കൽ, ഇത് ആർക്കുള്ളതാണ്, ആനിമൽസിനുള്ളതാണ്. ഞാനിപ്പോൾ ഒരു സുവോളജിസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഞാനൊരു ഐഡന്റിഫിക്കേഷൻ നടത്തി ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സംഘടനയുടെ അപ്രൂവൽ നമുക്ക് നിർബന്ധമായിട്ട് വേണ്ടി വരും. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വയ്ക്കുക, അത് നമ്മളെ ബുക്കിലുള്ളതാണ്, അത് കൃത്യമായി പഠിച്ചു വയ്ക്കും. ഇനി അടുത്ത ടാക്സോണമിക് കാറ്റഗറീസിനെ ബേസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് വരും. അപ്പൊ ആ കാറ്റഗറീസ് ഏതൊക്കെയാണ്, ആ കാറ്റഗറീസിനെയൊക്കെ നമ്മൾ എന്ത് വിളിക്കുന്നു? 7 ഒബ്ലിഗേറ്റ് കാറ്റഗറീസ് ആണ് ഉള്ളത്. അതിൽ ചിലത് എന്താണ്, ഹയർ ലെവൽ നേച്ചറാണ്, ചിലത് ലോവസ്റ്റ് ലെവലാണ്. അപ്പൊ ആ ഒരു കാറ്റഗറീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ ബുക്കിലുള്ളത് തന്നെയാണ്, ആ ബുക്കിലുള്ള ഫാമിലിയെ ബേസ് ചെയ്തിരിക്കുന്ന നേച്ചറാണ്. കിങ്ഡം, ഫൈലം ഓർ ഡിവിഷൻ, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്, ഇത്രയാണ് നമുക്കുള്ളത്. അപ്പൊ ഇതിൽ ഫാമിലിയെ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം, മാച്ചിങ് നോക്കാം, എന്നിട്ട് ബാക്കി അടുത്ത നേച്ചറിലേക്ക് വരാം. അപ്പൊ അതിൽ ഹൗസ് ഫ്ലൈ നേരത്തെ നമ്മൾ പറഞ്ഞു മസ്ക ഡൊമസ്റ്റിക്ക എന്നാണ്. മസ്ക ഡൊമസ്റ്റിക്കയുടെ ഫാമിലിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മസ്കിഡെ, അതുകൊണ്ട് A2 എന്നാണ് വരേണ്ടത്. അടുത്തത് ഹ്യൂമൻ ബീങ്സ് ആണ്. ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുമ്പോൾ ഹ്യൂമന്റെ ഫാമിലിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമിനിഡേ. നിങ്ങൾ പല വാക്ക് പഠിച്ചിട്ടുണ്ടാവും, ഹോമിനിഡ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ കഴിഞ്ഞ ഹ്യൂമൻ എവല്യൂഷനിൽ ആ പോയിന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഹോമിനിഡേ. ഇനി സി എന്ന് പറയുന്ന എന്താണ്, മാംഗോ അല്ലെ, ഫ്രൂട്ടാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. മാംഗോയുടെ ഫാമിലി ഏത് ചോദിച്ചാൽ അനാർക്കേഡേസിയേ, അതുകൊണ്ട് തന്നെ C4. ഇനി അടുത്തത് വീറ്റ് ആണ്. വീറ്റ് ആണെങ്കിൽ ഏതാണ്, പൊയേസിയേ 5. ഇനി അത് കൂടാതെ സൊൾനേസി എവിടെയുണ്ട്, സുളാനം, അതുപോലെ തന്നെ പെറ്റൂണിയ, ഡെറ്റ്യൂറ, ഇവരൊക്കെ ഏതിൽ വരുന്നതാണ്, ഈ ജീനസുകളെല്ലാം വരുന്ന ഫാമിലിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇതെല്ലാം വരുന്ന ഫാമിലിയാണ് സൊളനേസിയെ. നിങ്ങളതും കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളെ കൂടുതലായിട്ട് തന്നിരിക്കുന്നത്.
അപ്പോൾ ഇവിടുത്തെ ആൻസർ A2B3C4D5. ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഡി ആണ്. അപ്പോൾ ഫാമിലി വെച്ച് ചോദിക്കാം. ഇനി അടുത്ത നേച്ചറിലേക്ക് വരാം. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു കിങ്ഡം ഉണ്ട്, അതേപോലെ തന്നെ ആരുണ്ട്, ഫൈലം ഓർ ഡിവിഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് ആരുണ്ട്, ക്ലാസ് ഉണ്ട്, അതേപോലെ ആരുണ്ട്, ഓർഡർ, ദെൻ ഫാമിലി, ദെൻ ജീനസ്, ദെൻ സ്പീഷീസ്. ഇവിടെയാണ് കോമൺ ക്യാരക്ടേഴ്സ് ഏറ്റവും കൂടുതലുള്ളത്. കോമൺ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടർ. അപ്പം ഈ ഒരു നേജ് ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ വിളിക്കുന്ന പേരാണ് നമ്മളെന്ത്, ഹെയറാർക്കി എന്ന് വിളിക്കുന്നത്, ടാക്സോണമിക് ഹെയറാർക്കി. ഇതിലുള്ള ഓരോരുത്തരെയും നമ്മൾ വിളിക്കുന്ന പേര് കാറ്റഗറീസ് എന്നാണ്. അതിനൊരു സ്പെസിഫിക് റാങ്ക്, ഒരു യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് അതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, ടാക്സോൺ. അപ്പൊ നമ്മളെ ബുക്കിൽ നമ്മൾ തന്നിരിക്കുന്ന അതേ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുത്തിരിക്കുക. ആസ് വി ഗോ ഫ്രം സ്പീഷീസ് ടു കിങ്ഡം. തിരിച്ചാണ് പോകുന്നത്. സ്പീഷീസ് കിങ്ഡത്തിലേക്ക് പോവാണ്. ദി നമ്പർ ഓഫ് കോമൺ ക്യാരക്ടേഴ്സ് വിൽ എന്നാ ഇവിടെയാണ് മാക്സിമം ഉള്ളത്. ഇവിടെ നിന്ന് തിരിച്ചു പോവാണേ അത് എന്ത് ചെയ്യും, കുറയും. അങ്ങനെയാണെങ്കിൽ വിൽ ഡിക്രീസ്. ഇതാണ് അതിനകത്തുള്ള പോയിന്റ്. അത് ശ്രദ്ധിക്കണം. തിരിച്ചും മറിച്ചും ചോദിക്കാം. അപ്പൊ നിങ്ങളോട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പം കിങ്ഡത്തിൽ ഇഷ്ടംമാരെ ആൾക്കാരുണ്ടാവില്ലേ, അപ്പൊ അവിടെ കോമൺ ക്യാരക്ടർ, കോമൺ എന്ന് പറയുമ്പോൾ നമ്മൾ ജനറൽ ഫീച്ചർ ആയിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെ ചിന്തിക്കരുത്. അത് രണ്ടായിട്ട് തന്നെ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. നമ്പർ ഓഫ് കോമൺ ക്യാരക്ടേഴ്സ് വിൽ ഡിക്രീസ് ഫ്രം സ്പീഷീസ് ടു കിങ്ഡം. ഓക്കെ ആണല്ലോ. ഹെയറാർക്കി എന്താണെന്ന് ഞാൻ പറഞ്ഞു, അറേഞ്ച് ചെയ്യാണ് നമ്മൾ. അതിനെ നമ്മൾ ഹെയറാർക്കി എന്ന് പറയും. അതിന് ഓരോ ലെവൽസ് ഉണ്ടാവും. പിന്നെ നമ്മൾ ആ ലെവൽസിലുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് കാറ്റഗറീസ്. അതൊരു സ്പെസിഫിക് റാങ്ക് ആണ്, ഒരു യൂണിറ്റ് ആണ്. ആ യൂണിറ്റിനെ നമ്മൾ വിളിച്ച പേരാണ് എന്ത്, ടാക്സോൺ. ഓക്കെ, ദെൻ അടുത്തേക്ക് വരിക. ഇതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് മാച്ചസ് ഓഫ് ദി ഫോളോയിങ് പെയേഴ്സ് ഒന്ന് നോക്കണം. പൊയേൽസ്, ഓർഡർ ശരിയാണ്, എ ശരിയാണ്. ഹോമിനിഡേ, ഹോമിനിഡേ എന്ന് പറഞ്ഞാൽ ക്ലാസ് ആണോ, അല്ല. ഹോമിനിഡേ എന്ന് പറഞ്ഞാൽ ഫാമിലിയാണ്. അപ്പൊ ബി എന്താണ്, തെറ്റാണ്. ആർത്രോപോഡ, ആർത്രോപോഡ എന്താണ്, ഫൈലം ശരിയാണ്. ലാർജസ്റ്റ് ഫൈലം ഓഫ് ആനിമൽസ് ആണ് ആർത്രോപോഡ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ് ഇൻസെക്റ്റ. 6 legs, 3 pair of legs. ഇൻസെക്റ്റയെ നമുക്ക് ഹെക്സാപോഡ എന്ന് വിളിക്കാം. ഇൻസെക്റ്റ, ഇൻസെക്റ്റ, ഇൻസെക്റ്റ ഹെക്സാപോഡയ. എന്താ കാരണം, 6 legs, 6 കാല്, 3 പേർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഷഡ്പദം. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ട. ഡിപ്റ്റീറ, ഡിപ്റ്റീറ, ഡി എന്ന് പറയുന്ന ഡിപ്റ്റീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി അല്ല, ഓർഡർ ആണ്. ദെൻ ഈ എന്താണ്, ആൻജിയോസ്പെർമേ. ആൻജിയോസ്പെർമേ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ. നമ്മൾ പ്ലാന്റിൽ ഡിവിഷൻ എന്നാണ് പറയുക. അപ്പൊ അത് ശരിയാണ്. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ ആൻസർ ഏതാ വരിക, ചോദിച്ചിരിക്കുന്ന ഏതാണ്, വിച്ച് കറക്റ്റ് മാച്ച്, സെലക്ട് ദി ഓപ്ഷൻ അക്കോർഡിംഗ്ലി എന്നാണ്. എ ആൻഡ് സി മാത്രമാണോ, അല്ല. ഏതൊക്കെയുണ്ട്, എ ഉണ്ട്, സി ഉണ്ട്, ഇ ഉണ്ട്. അപ്പൊ ആൻസർ ഏതാ വരുന്നത്, ബി. ഇതുപോലെയൊക്കെ ചോദിക്കാം. അതുകൊണ്ട് നമ്മളെ ബുക്കിൽ നമുക്ക് ആ തന്നിരിക്കുന്ന സബ് ഡിവിഷൻ എല്ലാം വായിച്ച് അതിനകത്തുള്ള ഫാമിലി ഏത് അതെല്ലാം എന്ത് ചെയ്യണം, പഠിച്ചു. ലാസ്റ്റിൽ ഒരു ചാർട്ട് തന്നിട്ടുണ്ട്. ആ ചാർട്ടിലുള്ളത് കൃത്യമായി പഠിച്ചു വെക്കുക. ഇനി നമ്മൾ അടുത്തൊരു വാക്കിലേക്ക് വരിക. ബൈനോമിയൽ നോമൻക്ലേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ലിനേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കിലേക്കാണ് നമ്മൾ വരുന്നത്. ആ വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ സിസ്റ്റമാറ്റിക്. ദി വേർഡ് സിസ്റ്റമാറ്റിക് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് സിസ്റ്റമ. ശരിയാണ്, സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ്. ആ വിച്ച് മീൻസ് ദി എന്താണ്, സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസം. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ശരിയാണ്, ഈസ് ട്രൂ. അടുത്തത് എന്താ, സിസ്റ്റമാറ്റിക് ഇൻവോൾവ്സ് ടാക്സോണമി. ശരിയാണ്. അങ്ങനെ ക്ലാസ് ബേസ്ഡ് ഓൺ ദി ക്യാരക്ടേഴ്സ് അറേഞ്ച് ചെയ്യാണ്. അറേഞ്ച് ചെയ്യുന്നതിനാണല്ലോ നമ്മൾ ടാക്സോണമി എന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ സിസ്റ്റമാറ്റിക്സ് അങ്ങനെയല്ല. ആൻഡ് ഓൾസോ ഡെസ്ക്രൈബ്, ഓൾസോ സ്റ്റഡി ദി എന്താണ്, എവല്യൂഷണറി സിഗ്നിഫിക്കൻസ്, ഫൈലോജനറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൂടി നോക്കുന്നുണ്ട്. ശരിയാണ്. അതുകൊണ്ട് എല്ലാം നോക്കും. സെൽ സ്ട്രക്ചർ നോക്കും, അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കും, റിലേഷൻഷിപ്പ് നോക്കും, എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ശരിയാണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്.
അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസുകൾ വരാം. അതുകൊണ്ട് ചെറിയ സ്റ്റേറ്റ്മെന്റുകളായിട്ട് നിങ്ങളോട് എന്ത് ചെയ്യാം, ചോദിക്കാം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ടാക്സോണമിക് ഹെയറാർക്കി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹെയറാർക്കിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ടാക്സോണമിക് ഹെയറാർക്കി ഈച്ച് കാറ്റഗറി റെപ്രസെന്റ് എ റാങ്ക് ഈസ് കോമൺലി ടേംഡ് ആസ് എന്നാണ് പറഞ്ഞത്. കോമൺലി ടേംഡ് ആസ് ടാക്സോണമിക് ഹെയറാർക്കി ആണ്. ഈച്ച് കാറ്റഗറി that represent a rank is commonly termed as. ഞാൻ നേരത്തെ പറഞ്ഞു യൂണിറ്റ് ഓഫ് എന്താണ്, ക്ലാസിഫിക്കേഷൻ, റാങ്ക് ഓഫ് ക്ലാസിഫിക്കേഷൻ, റാങ്ക് ഓഫ് ടാക്സോണമിക് ഹെയറാർക്കി. ഇതൊക്കെയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ടാക്സോൺ. മാറിപ്പോകരുത്. തൊട്ടടുത്തൊരു വാക്കുണ്ട്, എന്നാൽ നമുക്ക് നോക്കാം. സിസ്ട്രോൺ. സിസ്ട്രോൺ നിങ്ങൾ ജെനറ്റിക്സ് ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും. മോണോസിസ്ട്രോണിക്, പോളിസിസ്ട്രോണിക് എന്ന്, സ്പ്ലിറ്റ് ജീൻ അറേഞ്ച്മെന്റ്. സിസ്ട്രോൺ പോളിപെപ്റ്റൈഡിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പെസിഫിക് റീജിയൻ, സ്പെസിഫിക് പാർട്ട്, അതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം സിസ്ട്രോൺ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ വരുന്നതല്ല, അത് ജെനറ്റിക്സിൽ വരുന്നത്. ചിലപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഇതിനോട് ക്ലാസ് ആണോ, ക്ലാസ് എന്നല്ല. ചിലപ്പോൾ ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉള്ള പഠിച്ചുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഓർത്ത്, ചില ആൾക്കാരൊക്കെ ഓർമ്മ എന്ത് ചെയ്യും, ക്ലാസ് എന്നൊക്കെ എഴുതി പോകും. അതുകൊണ്ടാണ്. ഡൊമൈൻ ഒരു ക്ലാസിഫിക്കേഷന്റെ ഭാഗമാണ്, മുമ്പുണ്ടായിരുന്ന നേച്ചറിലാണ്. അപ്പോൾ നമ്മളുടെ അവിടുത്തെ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ എനി റാങ്ക് ഓഫ് ടാക്സോണമിക് ഹെയറാർക്കി ഓർ ക്ലാസിഫിക്കേഷൻ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ, ടാക്സോൺ. ഓക്കെ, യെസ്. നൗ ലെറ്റ് us move into next question. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളോട് ചോദിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള. ഇതെല്ലാം ടാക്സോൺ നേച്ചറിൽ വരുന്ന, എന്ന് വെച്ചാൽ സ്പെസിഫിക് ആയിട്ട് ഓരോന്നും ഓരോ സ്പെസിഫിക് സ്പീഷീസാണ്. ലയൺ ഉണ്ട്, ലെപ്പേർഡ് ഉണ്ട്, ടൈഗർ ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ ലയൺ നമുക്കറിയുന്നതാണ്. ലയൺ നമ്മൾ പറയുന്നത് പാന്തറ എന്താണ്, ലിയോ. അടുത്ത എന്താ, ലെപ്പേർഡ് ആണെങ്കിൽ പാന്തറ പാർഡസ്. അടുത്ത എന്താ, ടൈഗർ. നമ്മൾ നേരത്തെയും പറഞ്ഞതാണ് പാന്തറ ടൈഗ്രിസ്. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്കറിയാം. ഇതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർത്ത് കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ഒരേ സ്പീഷീസ് ആണോ? അല്ല, ഡിഫറെന്റ് സ്പീഷീസാണ്, പക്ഷെ ഒരേ ജീനസാണ്. പാന്തറ എന്ന് പറയുന്ന ജീനസിലാണ്. അപ്പോൾ പാന്തറ എന്ന് പറഞ്ഞ ജീനസിലുള്ള 3 നേച്ചറാണ്. സബ് സ്പീഷീസ് അല്ല. അത് കുറച്ചുകൂടിയൊക്കെ നമ്മളിപ്പോൾ കുറച്ചുകൂടിയൊക്കെ ക്ലാസിഫിക്കേഷൻ ഈസി ആക്കാൻ വേണ്ടി ഓരോ നമ്മളുടെ ഒബ്ലിഗേറ്റ് കാറ്റഗറിയും എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും സബ് ഓർഡർ ഉണ്ട്. അതുപോലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, സബ് ഫൈലം പഠിച്ചിട്ടുണ്ട്. ആനിമൽ കിങ്ഡത്തിലൊക്കെ സബ് ഫൈലം പഠിച്ചിട്ടുണ്ടാവും. യൂറോകൂഡേറ്റ, സെഫാലോകൂഡേറ്റ, വെർട്ടിബ്രേറ്റ എന്നൊക്കെ പറഞ്ഞു. 1, 2, 3 എന്നൊക്കെ പേരൊക്കെ. അപ്പോൾ സബ് കാറ്റഗറി അല്ല, സബ് സ്പീഷീസ് അല്ല. അപ്പോൾ ഇത് തെറ്റാണ്. ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് സെയിം ജീനസ് ശരിയാണ്. ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് ഡിഫറെൻറ്റ് ജെൻഡർ തെറ്റാണ്. സെയിം സ്പീഷീസ് ഓഫ് ഡിഫറെൻറ്റ് കിങ്ഡം അതും തെറ്റാണ്. അപ്പോൾ നമ്മളുടെ ആൻസർ എന്താണ്, ബി. ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വയ്ക്കണം, ചോദിക്കാം. ഓക്കെ, യെസ്. ഇനി അടുത്ത് വാട്ട് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എന്ന. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്? ഓൾ മെമ്പേഴ്സ് ഓഫ് ജീനസ് ആർ ഐഡന്റിക്കൽ. അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റില്ല. ജീനസ് കണ്ടെയ്ൻ അൺറിലേറ്റഡ് ഓർഗാനിസം. ജീനസ് എന്ന് പറയുന്നത് എന്താ, ക്ലോസ് അഗ്രിഗേഷൻ ഓഫ് എന്താണ്, സ്പീഷീസ് ആണ്. അഗ്രിഗേഷൻ ഓഫ് സ്പീഷീസ് ആണ് ജീനസ്, ജനീറ. അപ്പോൾ ഇവിടെ ഇത് തെറ്റാ. അൺറിലേറ്റഡ് അല്ല, ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ആയി. അപ്പോൾ അത് രണ്ടും തെറ്റാണ്. ജനീറ ആർ അഗ്രിഗേറ്റ്സ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ശരിയാണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ സ്റ്റേറ്റ്മെന്റാണ്. ദെൻ സ്പീഷീസ് ഈസ് ലാർജർ ദാൻ എന്താണ്, ജീനസ്. അങ്ങനെയാണ് അല്ല. ഇവിടെ ജനീറ ആർ അഗ്രിഗേറ്റ്സ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സി ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. അപ്പോൾ ഓരോ ഗ്രൂപ്പിനെയും എന്ത് ചെയ്യും, അഗ്രിഗേഷൻ ആയിട്ടാണ്. ജനീറ അഗ്രിഗേറ്റ് ചെയ്യുക, ഒന്നിലധികം ജനീറ ഉള്ളതാണ് എന്ത്, ഫാമിലി. കുറേ ഫാമിലി ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്, ഓർഡേഴ്സ് ഉണ്ടാവും. കുറേ ഓർഡേഴ്സ് എന്ത് ചെയ്യും, ചില ക്ലാസ്സുകളിലേക്ക് വരും. ചില ക്ലാസ്സുകൾ ചേർന്നിട്ടാണ് ഏതുണ്ടായിരിക്കുന്നത്, ചില ഫൈലംസ് ഓർ ഡിവിഷൻ ഉണ്ടായിരിക്കുന്നത്. ദെൻ കുറേ ഫൈലംസുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്, കിങ്ഡം ഉണ്ടായിരിക്കുന്നത്. അപ്പം അങ്ങനെ അഗ്രിഗേഷനാണ് കാണിക്കുന്നത്. നമുക്ക് സിസ്റ്റമാറ്റിക്സിനെ പറ്റി വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്താ കാരണം വെച്ചാൽ സിസ്റ്റമാറ്റിക്സിനെ പറ്റി കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ വർഷങ്ങളോളമായിട്ട് പരീക്ഷകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിക്കുന്നുണ്ട്. ദി ടേം സിസ്റ്റമാറ്റിക് റെഫേഴ്സ് ടു ഐഡന്റിഫിക്കേഷൻ ആൻഡ് സ്റ്റഡി ഓഫ് എൻ ഓർഗൻ സിസ്റ്റം. തെറ്റാണ്.
ഐഡന്റിഫിക്കേഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ. അത് നോർമലി നമ്മൾ ഈ നശിച്ചു പോകുന്ന സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിസർവ് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾ നമ്മൾ പലപ്പോഴും യാത്രയൊക്കെ പോകുമ്പോൾ ഉണ്ടോ, മ്യൂസിയത്തിലൊക്കെ പോകും, അവിടെയൊക്കെ എന്ത് ചെയ്യും, പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിലനിർത്തുന്നുണ്ട്. പക്ഷെ അതിനെ അല്ല നമ്മൾ എന്ത് വിളിക്കുന്നത്, സിസ്റ്റമാറ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഡൈവേഴ്സിറ്റി ഓഫ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസം ആൻഡ് ദെയർ റിലേഷൻസ്. വേറെ ടൈപ്പ് ഓഫ് എന്താണ് ഡെഫിനിഷൻ ആണ് വരുന്നത്. ഡൈവേഴ്സിറ്റിയാ, ടൈപ്സ്, നമ്പർ ഓഫ് ടൈപ്സ്. അതിനെ എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം, അതിന്റെ റിലേഷൻഷിപ്പ് അറിയണം. അതാണ് അവിടെയുള്ള പോയിന്റ്. ഇതിനടുത്താണ് സ്റ്റഡി ഓഫ് ഹാബിറ്റാറ്റ്സ് ഓഫ് ഓർഗാനിസം ആൻഡ് ദെയർ ക്ലാസിഫിക്കേഷൻ. തെറ്റാണ്. അപ്പൊ ആൻസർ ഏതാണ്, സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വീണ്ടും ഒരു മാത്സ് ഓഫ് ഫോളോയിങ് വന്നിരിക്കുകയാണ്. മാത്സ് ഓഫ് ഫോളോയിങ് ബേസ്ഡ് ഓൺ ദി എന്താണ്, ഇവിടെ നമ്മളുടെ പേര്, ഹെയറാർക്കിയുടെ പേര് തന്നിട്ടുണ്ട്, അതിനനുസരിച്ചുള്ളത് ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫാമിലി എന്ന് പറയുന്നതിൽ ഇവിടെ തന്നിരിക്കുന്ന ഏത്, എ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഫാമിലി ഏതാണ്, മസ്കിയുടെ A3 ആണ് വരേണ്ടത്, A3. ദെൻ എന്താണ്, ബി എന്താണ്, ഓർഡർ ആണ് കൊടുത്തിരിക്കുന്നത്. ഓർഡർ ഏതാണ്, ഓർഡർ 1 ഡിപ്റ്റീറ. ദെൻ സി എന്താണ്, ക്ലാസ് ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് കൊടുക്കാം, നേരത്തെ നമ്മൾ പറഞ്ഞു ലാർജസ്റ്റ് ക്ലാസ് ഓഫ് ആനിമൽസ്, ഇൻസെക്ട, 3 പെയർ ഓഫ് ലെഗ്സ്, ശരിയല്ലേ. ഇനി ഡി എന്താണ്, ഫൈലം ഏതാണ്, ആർത്രോപോഡ. അപ്പൊ ഇതാണ് നമ്മൾ നോക്കേണ്ടത്. A3, B1, C4, D2. അപ്പൊ നമ്മൾ ആൻസർ ഏത് തന്നെയാണ്, എ. ഇങ്ങനെയും വരാം, ഇനി ഓർഗാനിസത്തിന്റെ പേര് വെച്ചിട്ടും വരാം. അതുകൊണ്ട് അത് എന്ത് ചെയ്യണം, കറക്റ്റ് ആയി. 2 animals which are the members of same order. ശ്രദ്ധിക്കണേ, 2 ആനിമൽസിന്റെ ഒരേ ഓർഡറിലാണ്. മസ്റ്റ് ഓൾസോ ബി മെമ്പർ ഓഫ് സെയിം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓർഡേഴ്സിന്റെ ഒരു അഗ്രിഗേഷനിൽ തന്നെയായിരിക്കും വരിക. ഓർഡേഴ്സിന് താഴോട്ട് വരാൻ സാധ്യതയില്ല. എന്ന് വെച്ചാൽ ഡിഫറെന്റ് ഫാമിലിയിൽ നിന്നാണ് അത് ഡിഫറെന്റ് ഓർഡർ എന്ത് ചെയ്തിരിക്കുന്നത്, സെയിം ഓർഡറിലേക്ക് വന്നിരിക്കും. അപ്പോൾ അതിന് മുകളിലേക്കുള്ളത് ആളെ നോക്കേണ്ട കാര്യമുള്ളൂ. ഓർഡറിന് തൊട്ട് മുകളിലായിട്ട് ആരാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് ആര് മാത്രമേ ഉള്ളൂ, ക്ലാസ്. അതുകൊണ്ട് ആൻസർ എന്താണ് വരിക, ക്ലാസ് ആണ്. അപ്പോൾ സെയിം ബിലോങ്സ് ടു ദി എന്താണ്, ക്ലാസ്. അപ്പം നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ, അതുപോലെ ടാക്സോണമിക് ഹൈറാർക്കി, ദെൻ ടാക്സോണമിക് എന്താണ്, കാറ്റഗറീസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പം ബാക്കി അതിനോട് ചേർന്നിരിക്കുന്ന എക്സാമ്പിളും നേച്ചറുകളൊക്കെ NCERT തറവായിട്ട് എന്ത് ചെയ്യുക, 1-2 പ്രാവശ്യം വായിച്ചു നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, റെഡി ആയിട്ട് പരീക്ഷയ്ക്ക് പോവുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.